നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ പ്രതികരണം ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുകയാണ്. നഗ്നനാക്കി മർദ്ദിച്ചുവെന്നും ഇതിനു മുൻപും റാഗിംഗ് ഉണ്ടായിട്ടുണ്ടെന്നും വിദ്യാർത്ഥി പറയുന്നു. ഒരു 2 ചേട്ടന്മാരെ ഇങ്ങനെ അടിച്ചു. അപ്പൊ അന്ന് നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്തായിരുന്നു പോലീസിൽ. അപ്പൊ പക്ഷെ നമ്മളത് പിൻവലിച്ചു. കാരണം ആ ചേട്ടന്മാരുടെ ഫ്യൂച്ചറൊക്കെ ഓർത്ത് അവരുടെ വീട്ടുകാരൊക്കെ വന്ന് ഭയങ്കര സീനാക്കിയിട്ട് നമ്മളത് പിൻവലിക്കുമായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പൊ പിന്നീട് ഇതുപോലെ പിന്നെ തുടങ്ങിയപ്പോ അന്ന് എന്റെ പേരിലല്ലേ കംപ്ലൈന്റ് പോയിരുന്നു, ഞാനാ കൊടുത്തത്. ആ ഒരു ദേഷ്യം വെച്ചാണ് അവര് കഴിഞ്ഞ ദിവസം എന്നെ അവരുടെ വീട്ടിലോട്ട് വിളിക്കുമായിരുന്നു, അവര് താമസിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പൊ ചെന്നപ്പോ അവര് പറഞ്ഞ ഡ്രസ്സെല്ലാം ഒരിക്കുന്നു. ഞാൻ ഒരു ഇന്നർ മാത്രമേ എന്നെ വിളിച്ചു. ബാക്കി ഡ്രസ്സെല്ലാം ഒരിച്ച് അതിന് മുഖത്തടിച്ച് 2 വട്ടം അടിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ മുഖത്തടിച്ചല് പാട്. ഞാൻ വീട്ടിൽ വന്നു പോവായിരുന്നു, എക്സാം ഒക്കെ ആയതുകൊണ്ട് സ്റ്റഡി ലീവായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ മുഖത്തടിക്കല് പാട് വീരും, വീട്ടിൽ പോകാനുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ തിരിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞു. ചുറ്റിയല് കൈ രണ്ടും പൊക്കി വെച്ചിട്ട് തിരിഞ്ഞു നിർത്തി. ഞാൻ തിരിഞ്ഞു നിൽക്കുമായിരുന്നു. പിന്നെ ഇതുപോലെ നീ കംപ്ലൈന്റ് കൊടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടിക്കുകയും തൊഴിക്കുകയും ഇടിക്കുകയും ഒക്കെ ആയിരുന്നു. പുറത്തും അവര് പറഞ്ഞായിരുന്നു, ഇതെങ്ങാനും കംപ്ലൈന്റ് കൊടുത്താ നിന്നെ പിന്നെ പുറത്തിറങ്ങുമ്പോ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ഈ കോളേജിൽ എന്തൊക്കെയാ നേരിടേണ്ടി വന്നത് നേരത്തെ റാഗിങ്ങിന്റെ ഭാഗമായിട്ട്? കോളേജിൽ ആദ്യം സംഭവമുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവർ കോളേജ് വെച്ചൊന്നും പറയത്തില്ലായിരുന്നു. ഈ നമ്മളെ സീനിയേഴ്സിനെ കാണുമ്പോ കുഞ്ഞിട്ട് നമസ്കാരം കൊടുക്കണം. പിന്നെ ഞങ്ങളെ കൊണ്ട് ജൂനിയേഴ്സ് ആയാലും ഞങ്ങളാരും മീശയോ താടിയോ ഒന്നും വെക്കണ്ടല്ല, ക്ലീൻ ഷേവ് ആയിട്ട് നടക്കണം. വിവരങ്ങളുമായി കെബിൻ കെന്നഡിയാണ് ചേരുന്നത്. കെബിൻ, കോളേജുകളിൽ റാഗിംഗ് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിയുടെ വാക്കുകൾ കേട്ടാൽ അറിയാം എത്രമാത്രം ക്രൂരമായിട്ടാണ് അവർ പെരുമാറിയത് എന്ന്. വിദ്യാർത്ഥി പറയുന്നത് എന്താണ്? കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണോ? ഇതുമായി ബന്ധപ്പെട്ട് ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലെ വിദ്യാർത്ഥിക്ക് റാഗിംഗ് ഏറ്റു എന്ന പരാതി വന്നതിനെ തുടർന്ന് ആദ്യമായി വാർത്ത റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് മലയാളമാണ്. കേസെടുത്തത് ചേർനാൽ പോലീസാണ്. 3-ാം വർഷ വിദ്യാർത്ഥികളായ ഗോവിന്ദ് വി നായരും 4-ാം വർഷ വിദ്യാർത്ഥിയായ സുജിത്ത് എന്നിവർ ചേർന്ന് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കോളേജിൽ നേരത്തെ ഒരു വിഷയം നടന്നിരുന്നു. അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഇവരുടെ ഈ ഗോവിന്ദ് വി നായരുടെയും 4-ാം വർഷ വിദ്യാർത്ഥിയായ സുജിത്തിന്റെയും സുഹൃത്തുക്കളുടെ പേരിൽ കേസ് നൽകിയിരുന്നു. അപ്പോൾ ആ കേസ് ആ സമയത്ത് ഈ വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളുടെ ഭാവിയെ ഓർത്തുകൊണ്ട് പിൻവലിക്കുകയായിരുന്നു. മാതാപിതാക്കളുടെ ഇടപെടൽ കൂടുതൽ മൂലം പിൻവലിക്കുകയായിരുന്നു. ആ ദേഷ്യത്തിന് പുറത്താണ്, വൈരാഗ്യത്തിന് പുറത്താണ് ഈ മാസം ഇവർ താമസിക്കുന്ന ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും നഗ്നനാക്കി നിർത്തി മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് ഹാങ്ങർ ഉപയോഗിച്ച് ഇരു തുടകളിലും അടിക്കുകയും മുതുകത്ത് ഇടിക്കുകയും അതേപോലെ തന്നെ തൊഴിക്കുകയും ചെയ്തിരുന്നു. എന്തെങ്കിലും കാരണവശാൽ ഇത് പുറത്തു പറയുകയാണെങ്കിൽ കൊന്നു കളയുമെന്നുള്ള ഭീഷണി ഉയർത്തിയിരുന്നു. ഇതിൽ റാഗിംഗ് ഏറ്റ പ്രണവ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് ഈ ഘട്ടത്തിൽ ന്യൂസ് മലയാളത്തിനോട് പ്രതികരിച്ചത്. കോളേജിലും സീനിയേഴ്സിന്റെ സമാനമായ ക്രൂരമായ റാഗിംഗ് ആണ് നടക്കുന്നത്. അതായത് കോളേജിനകത്ത് സീനിയേഴ്സിനെ കാണുമ്പോൾ കുനിഞ്ഞു നിന്ന് നമശിവായ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അങ്ങനെ വേണം അഭിവാദനം ചെയ്യാനെന്നും കോളേജിൽ മീശയും താടിയും സീനിയേഴ്സിനല്ലാതെ ആർക്കും തന്നെ വെക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രണവ് എന്ന് പറയുന്ന റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു കാര്യം, ഈ ക്രൂരമായ റാഗിങ്ങിന് ഇരയായ പ്രണവ് എന്ന വിദ്യാർത്ഥി പഠനം ഉപേക്ഷിച്ച് തിരിച്ച് മാവേലിക്കരയ്ക്കുള്ള വസതിയിലേക്ക് പോരുകയാണ്. നിലവിൽ ഈ വിഷയത്തിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അസ്തതി. കെബിൻ, വളരെ ഗൗരവകരമായിട്ടുള്ള പരാതിയാണ്. ഒരു വിദ്യാർത്ഥിയുടെ പഠനം മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇത് മാറുന്നത്. ഈ നിലവിൽ ഇപ്പോൾ വിദ്യാർത്ഥി ഇത് ഏതെങ്കിലും തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? റാഗിംഗ് നിരോധന നിയമപ്രകാരമുള്ള കേസ് വരെ എടുക്കാൻ സാധ്യതയുള്ള സംഭവമാണ്. അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടോ? നടപടികളുടെ ഭാഗമായി ചേർന്നല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും അതിന്റെ ഭാഗമായി ഈ ഗോവിന്ദ് വി നായർ 3-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഗോവിന്ദ് വി നായരെയും 4-ാം വർഷ വിദ്യാർത്ഥിയായ സുജിത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് നിലവിൽ അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഇട്ട വകുപ്പുകൾക്ക് പുറമെ റാഗിംഗ് ആണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നിയമവകുപ്പുകൾ കൂടി ചാർത്തി കേസുമായി നിയമപരമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് പ്രണവിന്റെ പിതാവ് നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്.
ശരി കെബിൻ, എന്തായാലും വളരെ ഗൗരവകരമായ സംഭവമാണ്. ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നതും ന്യൂസ് മലയാളമാണ്. ഇടപ്പള്ളി അമൃത നഴ്സിംഗ് കോളേജിലാണ് റാഗിങ്ങിനിരയായ 1-ാം വർഷ വിദ്യാർത്ഥി പ്രതികരിച്ചിരിക്കുന്നത്. നഗ്നനാക്കി മർദ്ദിച്ചു എന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. ഇതിനു മുൻപും റാഗിംഗ് ഉണ്ടായിട്ടുണ്ടെന്നും വിദ്യാർത്ഥി പറയുന്നു. ആ വിവരങ്ങളാണ് കെബിൻ കെന്നഡി നൽകിയത്.